സാറ് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പോണം. ഉം, ഉം. ഞാനിപ്പോ അങ്ങ് സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എന്താ ഇവിടെ? അത് വഴിയിൽ തീയിട്ട് കളിച്ചിട്ടാണോടാ സ്വർഗം ഉണ്ടാക്കുന്നേ? ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്റെ പൊന്ന് സാറേ, ഞങ്ങള് പഴനിമലന്ന് തിരിച്ചു വരുന്ന വഴിയാ. നല്ല തണുപ്പ്. അപ്പം കുറച്ചേരം തീ കൊള്ളാന്ന് കരുതി ഇവിടെ ഇരുന്നതാ. ഇതൊന്നും ഇവിടെ ശരിയാവില്ല. വേഗം കിടത്താൻ നോക്ക്. അയ്യോ, എന്റെ പൊന്ന് സാറന്മാരെ, ഇവിടെ വെറുതെ കിടന്ന ചവറ് ഞങ്ങൾ കൂട്ടിയിട്ടൊന്നും കത്തിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പം കത്തിയെരിഞ്ഞ് തീരില്ലേ സാറേ? ആ ആ, അതെ, ഇത് നിയമലംഘനമാണ്. ഇതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂ, അറിയോ? അയ്യോ സർ, ഇതിന്റെ പേരിൽ കേസൊന്നും എടുക്കരുത്. ആ. ഇതിപ്പോ തന്നെ കെടുത്തേക്കാം രാജേട്ടാ. ശരി മോളെ. തന്ത്രി, താൻ ചുമ്മായിരിക്കും. സാറേ, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, ഞങ്ങൾ അയക്കാൻ കുറച്ച് സമയം കൂടെ എടുക്കൂ. അതെ, സാറന്മാരൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും. നമുക്കേ ഈ ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം സാറേ. അതെ കയ്യിലാണെങ്കിൽ ഭക്ഷണമുണ്ട്. എല്ലാവർക്കും കൂടി ഇരുന്നാൻ കഴിക്കാം. അതെ. അതൊന്നും വേണ്ട. ആ, അങ്ങനെ പറയില്ല സാറേ. എനിക്ക് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ACP ചന്ദ്രമോഹൻ സാറുണ്ടല്ലോ, ഞാനുമായിട്ട് വലിയ അടുപ്പാന്നേ, അല്ലേ? സാറ് വലിയ കമ്പനികളൊക്കെ നടത്തുന്ന ആളാണ് സാറേ. എത്ര എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് സാറിന്റെ കമ്പനിയിലും വീട്ടിലും വരുന്നതെന്ന് അറിയോ? അതും വലിയ വലിയ ആൾക്കാര്. അയ്യോ സാറേ, ഈ വലിയ വലിയ സാറന്മാരായിട്ട് അടുപ്പമുണ്ടെന്ന് ചുമ്മാ അങ്ങ് തള്ളിവിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നല്ല കേട്ടോ. സത്യം പറഞ്ഞ സാറേ, നിങ്ങള് പോലീസുകാരുടെ കാര്യത്തില് ഇത്തിരി സങ്കടമുള്ള ആളാണ് ഞാൻ. എന്തൊരു ഡ്യൂട്ടിയാ സാറേ നിങ്ങളുടേത്. ആ, അത് സ്വാമി പറഞ്ഞത് സത്യമാണ്. ആ അതെ. അതെ, ഇടയ്ക്കൊക്കെ ഒരു റിലാക്സേഷൻ വേണ്ട സാറേ. എപ്പോഴും ജോലി ചെയ്യുന്നവര് ആ ജോലിക്കിടയിൽ തന്നെ റിലാക്സേഷനും കണ്ടെത്തണം. സാർമാർ അവിടെ ഇരുന്നേ ഇരിക്കേ. അതെ, നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം സാറേ. ഇരിക്കേ, കുറച്ചു നേരം ചൂടും കാഞ്ഞ് നല്ല ഭക്ഷണവും കഴിച്ച് നല്ല വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് സാർമാർ നടന്നു. ആ, ഈ സ്വാമിയെ കൊണ്ട് തോറ്റല്ലോ. ആ. ഹലോ, നമുക്ക് കഴിക്കാല്ലേ? സർ, അവിടെ ഇരിക്കും സാറേ. ഇരിക്കേ ഇരിക്കേ. ആ, ശരി സാർ. ഇരിക്കേ. അതെ, നമ്മുടെ ഫുഡൊക്കെ എടുത്തേ. ആ സാറന്മാരെ, ഞങ്ങള് മലയ്ക്ക് പോയിട്ട് മാല ഊരിയിട്ടില്ല. അതുകൊണ്ട് ഫുഡ് വെജിറ്റേറിയനാ. അഡ്ജസ്റ്റ് ചെയ്യണം. ആ, അത് കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ ഈ നടത്തമൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയി ഏതെങ്കിലും തട്ടുകടയിൽ നിന്ന് ഇഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കഴിക്കുക. സാറേ, ആ. സാറേ, എന്തായിരുന്നാലും ഇത് അതൊന്നുമല്ല. ഓ, വെജിറ്റേറിയനിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഇതിനകത്തുണ്ട്. ഇതിപ്പോ നല്ലൊരു വിരുന്ന് എന്ന പോലെ ഉണ്ടല്ലോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ സാറേ, അത് നമ്മളങ്ങ് ആസ്വദിച്ച് തീർക്കണം. അതാണ് ഞങ്ങളുടെ ഒരു പോളിസി. സാറന്മാരെ കഴിച്ചു തുടങ്ങ്. ആ, ഉള്ള കാര്യം പറയണോ സാറേ, ഞങ്ങള് മലയ്ക്ക് പോയി കുറെ നേരം മുരുകൻ സ്വാമിയെ തൊഴുതുന്നു. ഇപ്പത് തിരിച്ചു വരുന്നു. ഇനി നിങ്ങളുടെ മനസ്സുകൂടെ നിറയ്ക്കാൻ പറ്റിയ ഞങ്ങളുടെ യാത്ര സമ്പൂർണ്ണമായി. വെറുതെ അല്ല സ്വാമിയുടെ മുമ്പില് ഞങ്ങളുടെ സീനിയർ ഓഫീസർമാരൊക്കെ വീണു പോകുന്നത്. സ്വാമി എന്താ ടൈപ്പ്. സത്യം പറഞ്ഞ സാറുമാരുടെ വരവ് കണ്ടപ്പോ ഞാൻ പേടിച്ചുപോയി. ആ, പേടിക്കണ്ട പെങ്ങളെ. ഞങ്ങള് പോലീസുകാർക്ക് നല്ല രീതിയിൽ നടക്കുന്നവരെ ദ്രോഹിക്കണമെന്ന് ഒരാഗ്രഹമില്ല. സാറന്മാരെ, അതെ, കഴിച്ചു കഴിഞ്ഞിട്ടേ രണ്ടുപേരും നമ്പർ തരണം. ഇടയ്ക്കൊന്ന് വിളിക്കാലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിശദമായിട്ട് കൂടുകയും ചെയ്യാം. ആയിക്കോട്ടെ എന്നേ. ആ, എന്നാ പിന്നെ കഴിക്കൂ സാറേ. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ